ഇതിനെല്ലാം പുറമെ നടത്തിയ അയ്യപ്പ സംഗമത്തിന് സ്പോൺസർമാരാണ് ചെയ്യുന്നതെന്നാണ് ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലം. ഹൈക്കോടതി പറഞ്ഞു സ്പോൺസർഷിപ്പ് അല്ലാതെ ഒരു പൈസ പോലും സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ പണം ചെലവഴിക്കാൻ പാടില്ല. ഇപ്പം സംഭവിച്ചെന്താ? 3 കോടി ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തു. അത് സ്പോൺസർമാർ കാശ് തരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞത്, അല്ല തിരിച്ച് ദേവസ്വം ബോർഡ് എടുക്കുന്നതാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച ഒരു സംഗമം നടത്തിയിട്ട് സംഘം 8 നിലയ്ക്ക് പൊട്ടി, അത് കാര്യം പറയാം. അപ്പോൾ ഈ ഒരു സ്പോൺസർമാരെ കണ്ടെത്താതെയാണോ സംഗമം നടത്തി? സാധാരണ ഒരു സംഗമത്തിൻ്റെ തുടക്കത്തിലല്ലേ ആരൊക്കെയാണ് സ്പോൺസർമാർ തീരുമാനിക്കുക? സാധാരണ പറയും ഞങ്ങൾ സംഗമം നടത്തുന്നുണ്ട്, നിങ്ങൾ സ്പോൺസർ ചെയ്യണമെന്ന് പറയും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ സ്പോൺസർമാരെ കണ്ടെത്താതെ ഇത് കംപ്ലീറ്റ് സ്പോൺസേഡ് സംഘമാണ് എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തവർ പിന്നെ എന്തിനു 3 കോടി ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുത്തു? ഇപ്പം 45 ദിവസം കഴിഞ്ഞാൽ മുഴുവൻ കണക്ക് കൊടുക്കണം ഹൈക്കോടതിക്ക്. അപ്പോൾ ഇനി ആരൊക്കെ ഇപ്പോൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ആരൊക്കെയാണ് സ്പോൺസർമാരൊക്കെയാണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലത്തെ, അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറുക്കപ്പെട്ടവരാണോ? ഞാൻ ആ വാക്കിനെ പ്രയോഗിക്കുന്നത്. മുമ്പ് ഒരാളെക്കുറിച്ച് അച്യുതാനന്ദൻ പറഞ്ഞൊരു വാചകം, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നാളെ അയാൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാണ് കാണിച്ചത്? ചെമ്പ് അല്ല, സ്വർണം കൊണ്ടൊരു ചെമ്പാന്ന് പറയുക. ഞാൻ ഇയാളുടെ കയ്യിൽ എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു? ആ കൊടുക്കുമ്പോൾ തിരുവാഭരണം കമ്മീഷണർ ഒപ്പുണ്ടോ? സ്മിത്തിൻ്റെ ഒപ്പുണ്ടോ? ഇതൊന്നും കൊണ്ടാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ മുഴുവൻ കയ്യിൽ. നമ്പൂരി അത് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ചെയ്തു. തിരിച്ചു വരുമ്പോൾ ചെമ്പാണ് ഞാൻ കൊണ്ടുപോയത്. മറ്റേ ചെന്നൈയിലെ കമ്പനിയും പറയാം ഇത് ചെമ്പാണെന്ന്. അപ്പോൾ സ്വർണ്ണം എവിടെ പോയി? വിജയമലയുടെ സ്വർണ്ണം എവിടെ പോയി? ആവിയായിട്ട് പോയോ? ഭക്തരെ സംബന്ധിച്ച് ഇത് വളരെ ദുഃഖം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഭക്തരുടെ വികാരങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്.